നമ്മുടെ ഈ ഫയർഫോഴ്സ് നമ്മൾ കണ്ടപ്പോൾ ഞെട്ടി. ഇത്ര നല്ല ബിൽഡിങ്. അപ്പോഴാണ് നമ്മുടെ കോഴിക്കോട് ബ്യൂറോയിലെ ഷഹദ് റഹ്മാൻ പറയുന്നത് ഈ മുക്കത്ത് നല്ല ബിൽഡിങ്ങും സൗകര്യങ്ങളും നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാര് ദേ ആർ സമ്പന്നർ, റിച്ച്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ, നിങ്ങൾക്ക് ഇതിനകത്ത് റോളുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ മുക്കം നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അറ്റൻഡ് ചെയ്യുന്ന പല കേസുകളിലും ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന വിഷയം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഈ ലഹരി കഴിച്ചിട്ട് അത്തരം കേസുകളും ഉണ്ട്. അതോടൊപ്പം ഈ മലയോര മേഖലകളിലെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ലഹരി ഉപയോഗിച്ചിട്ട് പോയിട്ട് ആളുകൾ വെള്ളത്തിൽപ്പെട്ട കേസുകൾ നിരവധി ഉണ്ട്. അപ്പോൾ അത്തരം കേസുകൾ നമ്മളെ പണി എന്നും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാലത്ത് ടെക്നോളജി വികസനം പണി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫയർ എങ്ങനെയുണ്ട്? നമ്മള് ഭയങ്കര ഡബിൾ സ്ട്രോങ് ആണ്. എപ്പോഴും ആ ഫയർ എന്നും ഭയങ്കര സ്ട്രോങ്. ഞങ്ങള് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ഈ ഫയർഫോഴ്സിന്റെ പരിപാടിയെ ആഷ്മി ഈ ട്രെയിൻഡ് ആൾക്കാരെ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പണ്ട് ആകാശവാണി ഇരിക്കുമ്പോൾ തീ പിടിച്ചെന്ന് പറഞ്ഞിട്ട് തീക്കകത്ത് തീ അണയ്ക്കാൻ പോയി. അപ്പോൾ ഫയർഫോഴ്സ് വന്നു. അവരാദ്യം എന്നെ വെള്ളത്തിലാക്കി, അടുത്തങ്ങ് ലെവലാക്കി. അപ്പം ഞാൻ ചോദിക്കുന്നത് തലയ്ക്ക് വല്ല കുഴപ്പമില്ല, എന്നെ എന്തിനാ കുളിപ്പിക്കുന്നത്? കുളിപ്പിച്ചങ്ങ് ശരിയാക്കി. എന്നിട്ട് അല്ലെ നിങ്ങൾ തീ പിടിച്ചത്ത് പോയെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്തൊരു ഡയലോഗ് ചെവി പറഞ്ഞു, ഇതൊക്കെ ട്രെയിൻഡ് ആൾക്കാരെ ചെയ്യാവുന്നു. പക്ഷെ അന്ന് എസ്കേനെ മാത്രമേ നനച്ചുള്ളൂ, എസ്കേന്റെ ഉള്ളിലുള്ള തീ അന്ന് നിലനിർത്തി. ഇല്ല അതുണ്ട്. അല്ല അദ്ദേഹം പറഞ്ഞാൽ മറന്നില്ല. ഇപ്പം നിങ്ങളെ കണ്ടോണ്ട് ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയത് അവര് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ അത് വെൽ ട്രെയിൻഡ് ആണ്. അപ്പം നിങ്ങളൊക്കെ ഇതിനകത്ത് ഇറങ്ങുന്നു എന്ന് മാത്രമല്ല ഇത് നമുക്ക് അവസാനിപ്പിച്ചേ പറ്റൂ. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ 24 ചാനൽ ചെയ്യുന്നതും ഫയർ സർവീസ് ചെയ്യുന്ന ഒരേ പ്രവർത്തനം. ഞങ്ങൾ ചെയ്യുന്നത് ജനങ്ങളുടെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ. അവസാനത്തെ രാസവിൽപ്പനക്കാരനും സ്ഥലം വിട്ടു എന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ ഈ പരിപാടി തീർച്ചയായിട്ടും അതുവരെ നമ്മളുണ്ടാവും. ഓക്കെ, എല്ലാ നമ്മളെ കൂട്ടത്തില് അപ്പൊ ഒരു അഡ്വാൻസ് ആയിട്ട് സാധനം കൊടുക്കും, ഒരു ഗിഫ്റ്റ് ആയത്. അപ്പൊ എല്ലാവരും ചേർന്ന് പാടുക. പടപ്പൊരുതാം പടിപടിയായി പൊരുതിടാം ലഹരിക്കെതിരെ ഒരുമിക്കാം നന്മയ്ക്കായി ഒത്തൊരുമിച്ചിടാം നല്ലൊരു ഭാസുരമാം ഭാവിക്കായി ഉയർത്തെഴുന്നേൽക്കാം. പടപൊരുതാം പടിപടിയായി പൊരുതിടാം ലഹരിക്കെതിരെ ഒരുമിക്കാം നന്മയ്ക്കായി ഒത്തൊരുമിച്ചിടാം നല്ലൊരു ഭാസുരമാം ഭാവിക്കായി ഉയർത്തെഴുന്നേൽക്കാം. രസിച്ചിടും ആദ്യം അടിമുടി തളർത്തിടും പിന്നതിവേഗം മറന്നിടും മനുഷ്യബന്ധം പിറന്നിടും ശൈത്താൻ. അങ്ങനെ മൃഗങ്ങളായി നാം പിറവിയെടുത്ത് നശിച്ചു പോയിടും. പടപൊരുതാം പടിപടിയായി പൊരുതിടാം ലഹരിക്കെതിരെ ഒരുമിക്കാം നന്മയ്ക്കായി ഒത്തൊരുമിച്ചിടാം നല്ലൊരു ഭാസുരമാം ഭാവിക്കായി ഉയർത്തെഴുന്നേൽക്കാം. സന്തോഷം. നമ്മൾ തന്നെ ഇവിടെ എഴുതിയാണ്. ഓക്കെ 2025 ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ചൊരു ഉദ്യോഗസ്ഥനോടൊപ്പം അദ്ദേഹത്തിന് ബാഡ്ജ് ഓഫ് ഓണർ എന്ന് പറഞ്ഞാൽ നമ്മള് പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, ഒരു ആദരവ്. ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നതനായിട്ടുള്ള DGP സാറ് നൽകുന്ന അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്ന അവാർഡ്. ഇത് ഇക്കൊല്ലം 1-ാം തീയതിയാണ് ലഭിച്ചത്. സൂപ്പറായി. താങ്ക് യു. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നമ്മളോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസിന്റെ ഞങ്ങൾ ഫയർഫോഴ്സിന്റെ കൂടെ ചേർത്തുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകാറുണ്ട്. എല്ലാരും നല്ല പ്രവർത്തനം നടത്തി. ആണല്ലോ. നിങ്ങളുടെയൊക്കെ മുഖം കാണണമെന്ന് വിചാരിച്ചാ ഞാൻ സന്തോഷം. അപ്പൊ നിങ്ങളെ കാണാൻ പറ്റി വളരെ സന്തോഷം. നമുക്ക് തകർക്കണം.
നമുക്ക് 20-ാം തീയതി കോഴിക്കോട് കാണണം. അവിടെ എന്തുവാ കല്യാണമല്ലോ? അല്ല, കല്യാണമല്ല, അവിടെ ലഹരിക്കെതിരായിട്ടുള്ള മഹാസമ്മേളനം. കല്യാണമോ നിശ്ചയമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാല് ഒരു വരവൂടെ ഞാൻ വരും. ഒരു 1.5 വരവ് എല്ലാവരും ഉണ്ടാവല്ലോ. അപ്പൊ ഒരു കാര്യം, മുക്കം ഫയർഫോഴ്സ് കി, മുക്കം ഫയർഫോഴ്സ് കി. വാർഡ് കൗൺസിലർ ആണല്ലേ? ചെയർമാനെ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. ചെയർമാനെ കണ്ടു ഉടനെ പ്രതിപക്ഷ ഇടപെട്ടു. രണ്ടുപേരുടെ ജഗമുഖ സൂപ്പറായി. ഒരു ശക്തമായ പ്രതിപക്ഷമാണ്. ഓക്കെ, അപ്പൊ സുഖമായിരിക്കുന്നോ? എന്താ പേര്? ജോഷില. മുഖത്ത് ഇത്തിരി പ്രശ്നമാണെന്ന് പറയുന്നു, മയക്കുമരുന്ന്.